السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. സർവശക്തനായ അല്ലാഹു തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം എല്ലാ രംഗത്തും നമുക്ക് ഏവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഉത്തമമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് തഖ്വയുള്ള ദമ്പതികളാണ്. കാരണം ഒരു കുടുംബം, ഭാര്യാഭർത്താക്കൾ ഇസ്ലാമിന്റെ നിയമാവലികളുടെ മേഖലയിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ജീവിച്ചാൽ അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ സമൂഹത്തിന് ഉപകാരമായിരിക്കും. യഥാർത്ഥത്തിലുള്ള ഒരു കുടുംബ ജീവിതത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നതായിരുന്നു കഴിഞ്ഞ ഖുതുബയിലൂടെ നിങ്ങളേവരും ശ്രവിച്ചത്. ഒരു സത്യവിശ്വാസി അവന്റെ വിവാഹത്തിന് വധുവിനെ തെരഞ്ഞെടുക്കുന്നത് പോലും തഖ്വയുള്ളവളായിരിക്കണം, തഖ്വയുള്ളവനായിരിക്കണം ഭർത്താവ് എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ദമ്പതികളിൽ നിന്ന് ഉണ്ടാകുന്ന സന്താനങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്ന നല്ലവരായി തീരണമെങ്കിൽ അതിന് പ്രാരംഭഘട്ടത്തിൽ തന്നെ യഥാർത്ഥ വിശ്വാസികൾ ഒരുങ്ങേണ്ടതുണ്ട് എന്നതാണല്ലോ അതറിയിക്കുന്നത്. ലൈംഗികമായ ബന്ധത്തിന്റെ നേരത്ത് പോലും
പൈശാചികമായ ദുസ്വഭാവങ്ങളിൽ എന്റെ സന്താനം പെടരുത് എന്ന നിലക്ക് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകുന്നതിൽ പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടാവരുതേ, പിശാചിനെ ഞങ്ങളിൽ നിന്ന് നീ ദൂരത്താക്കേണമേ ഞങ്ങൾക്ക് നൽകുന്നതിലും എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ആ നിലക്ക് എല്ലാ രംഗത്തും അതീവ സൂക്ഷ്മതയോടുകൂടി മക്കൾ നല്ലവരായി തീരണം എന്ന ബോധമുണ്ടാകേണ്ടവരാണ് രക്ഷിതാക്കൾ. എല്ലാ കുട്ടികളും പിറന്നു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിൽ തന്നെയാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ്. അള്ളാഹുവിനെ അംഗീകരിക്കാൻ തക്ക പാകമുള്ള ഒരു മനസ്സോടെ, ശിർക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു മനസ്സോടെ, തോന്നിവാസങ്ങളിലും വൃത്തികേടുകളിലുമൊന്നും പോയി ചാടാൻ സാധ്യതയില്ലാത്ത ഒരു മനസ്സോടെയാണ് എല്ലാ കുഞ്ഞുങ്ങളും ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത്. പിന്നെ ആ കുഞ്ഞ് മറ്റു മേഖലകളിലേക്ക് പോകുന്നത് അവൻ വളരുന്ന, അവനെ വളർത്തുന്ന സാഹചര്യങ്ങളാണ്, ചുറ്റുപാടുകളാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അതുകൊണ്ട് തന്നെ ഏത് വിത്തെറിഞ്ഞാലും സ്വീകരിക്കുകയും വളർത്തുകയും ചെയ്യാവുന്ന പരുവത്തിലുള്ള ഒരു നിലം പോലെയാണ് കുട്ടികളുടെ മനസ്സ്. ഏതാണോ ഒരു കുട്ടിയുടെ ഖൽബിലേക്ക് ആദ്യം സന്നിവേശിപ്പിക്കപ്പെടുന്നത് അതിനനുസരിച്ച് ആ കുട്ടി വളരും. അതുകൊണ്ട് കുഞ്ഞും നാള് തൊട്ടേ കുട്ടികളിൽ ഇസ്ലാമികമായ ബോധം വളർത്താനും അവരിൽ ഇസ്ലാമികമായ ആവേശമുണ്ടാക്കുവാനും ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നിലനിർത്തുവാനാണ് രക്ഷിതാക്കളോട് ഇസ്ലാമിന്റെ കൽപ്പന. നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് കിട്ടിയ ഇസ്മായിൽ എന്ന മകൻ, അതുപോലെ തന്നെ ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്ന മകൻ, ആ പ്രവാചകന്റെ കൃത്യമായ ശിക്ഷണത്തിന് അനുയോജ്യമായ നിലക്ക് തന്നെ വളർന്നു വന്നതായാണല്ലോ ചരിത്രം സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് താൻ കണ്ട സ്വപ്നം പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അതാ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. റബ്ബി, എന്റെ രക്ഷിതാവേ, ഹബിലി, നീ എനിക്ക് ഔദാര്യമായി തരണം, മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽ നിന്ന് നീ എനിക്ക് തരണം, സാലിഹായ സന്താനങ്ങളെ തരണം, സാലിഹീങ്ങളിൽ നിന്ന് സദ്സുഹൃത്തരായ സന്താനങ്ങളെ അല്ലാഹുവേ നീ എനിക്ക് നൽകണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അവസാനമദാ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, വളരെയേറെ വിവേകം നിറഞ്ഞ ഒരു കുട്ടിയെ കൊണ്ട് നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്ന് കുഞ്ഞിനെ കിട്ടിയ രംഗമാണ് ഖുർആൻ പറയുന്നത്. കുഞ്ഞില്ലാത്ത നാളിലതാ, കുഞ്ഞു ജനിക്കുന്നതിന്റെ മുമ്പേ ഒരു രക്ഷിതാവിന്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന വലിയ ഒരു കാര്യം എന്താണ്? റബ്ബിനോട് ദുആ ചെയ്യണം, എനിക്ക് നൽകപ്പെടുന്ന സന്താനം അല്ലാഹുവേ നിന്നെ ഭയപ്പെടുന്ന സാലിഹായ കുട്ടിയാവണം, നല്ലവനായ കുട്ടിയാകണം, ഈ ലോകത്തും പരലോകത്തും എനിക്ക് ഉപകാരപ്പെടുന്ന മോനാവണം, മോളാവണം. അതുകൊണ്ട് സ്വാലിഹീങ്ങളെ തരണേ, സ്വാലിഹായ മകനെ തരണേ, മകളെ തരണേ. ഇതാണ് രക്ഷിതാക്കളെ. സന്താനം ജനിക്കുന്നതിന്റെ മുമ്പേ പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന ദമ്പതികളുടെ സ്വഭാവമാണ്. അവരുടെ തേട്ടം പോലും തനിക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് അള്ളാനോട് തേടുകയാണ്. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, നല്ലവരായ സന്താനങ്ങളിൽ നിന്ന് നീ എനിക്ക് തരണം.
ധാരാളം കൊല്ലങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? അള്ളാഹു അതാ സുവിശേഷം അറിയിക്കുകയാണ്, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. വളരെ വിവേകം നിറഞ്ഞ കുഞ്ഞിനെയാണ് നാം കൊടുത്തത്. അങ്ങനെ ആ കുഞ്ഞ് ജനിച്ച് വളർന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശിക്ഷണത്തിൽ വളർന്നു. സൽസ്വഭാവങ്ങൾ പഠിപ്പിച്ചു, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി, ബാധ്യതകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, സഹനം പഠിപ്പിച്ചു, ക്ഷമ പഠിപ്പിച്ചു, തഖ്വ പഠിപ്പിച്ചു, പരലോകബോധമുണ്ടാക്കി. ഉമ്മയാരാണ്, ഉപ്പയാരാണ്, അവര് പറഞ്ഞാൽ ആ വാക്ക് കേൾക്കേണ്ടുന്നതിന്റെ പ്രാധാന്യം എത്രയാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ഓരോ വശങ്ങളും ആ കുരുന്നിന് ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങ് പഠിപ്പിച്ചു വളർത്തി. പിന്നേതാ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണുന്നല്ലോ. ആ സ്വപ്നം മകനോട് പറഞ്ഞപ്പോൾ ഫലമ്മാ ബലഗ മഅഹു السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ആ കുട്ടി ആ പിതാവിനോടൊപ്പം അധ്വാനിക്കാനും വളരാനുമൊക്കെ പ്രായമെത്തിയപ്പോൾ പിതാവിന് ആ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം കണ്ട വാർത്ത കുഞ്ഞുമോനോട് അറിയിക്കുന്ന രംഗം, എന്റെ കുഞ്ഞുമോനെ, നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ ഞാൻ കാണുന്നു. മോനെ, എന്താണ് നിന്റെ അഭിപ്രായം? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് വളർത്തിക്കൊണ്ടുവന്ന പിതാവിന്റെ ശിക്ഷണത്തിൽ വളർന്ന മോന്റെ പ്രാധാന്യം. ആ കുട്ടി എടുത്ത ഉടനെ മറുപടി പറയുന്നത്, യാ അബതി ഫഅൽ മാ തുഅ്മർ, കൽപ്പിക്കപ്പെട്ടതെന്തും എന്റെ ഉപ്പാക്ക് എന്റെ കാര്യത്തിൽ ചെയ്യാം. ഈ മോൻ അനുസരണയുള്ളവനായിരിക്കും, ഈ മോൻ ക്ഷമാലുവായിരിക്കും. സതജിദുനി, എന്നെ ഉപ്പാക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ഭാവിയെ സംബന്ധിച്ചുള്ള ഏത് കാര്യം പറയുമ്പോഴും ആ കുരുന്നു മോന്റെ മനസ്സിൽ പോലും ഭാവി അല്ലാന്റെ കയ്യിലാണല്ലോ. തൊട്ടടുത്ത സെക്കൻഡ് പോലും എന്റെ കയ്യിലല്ലല്ലോ. അടുത്ത ഭാവിയിൽ എന്ത് എന്റെ കാര്യത്തിൽ എനിക്ക് ചെയ്യാനൊക്കുമെന്ന് എനിക്ക് പോലും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചോളാം ഉപ്പാ, സഹിച്ചോളാം എന്ന് പറയുന്നതോടുകൂടി തന്നെ ആ മോൻ പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ്, അള്ളാന്റെ വേണ്ടുകയുണ്ടെങ്കിൽ, അള്ള എനിക്ക് തൗഫീഖ് നൽകുകയാണെങ്കിൽ ഞാൻ ക്ഷമിക്കും ഉപ്പാ, കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ. കണ്ടോ, ഇബ്രാഹിം അലൈഹിസ്സലാം ആ കുഞ്ഞുണ്ടാകുന്നതിന്റെ മുമ്പേ പ്രാർത്ഥന, നിരന്തരം പ്രാർത്ഥന, സാലിഹായ മോനെ തരണം, സാലിഹീങ്ങളെ തരണം. അള്ളാഹുവിന്റെ ഉത്തരം, നല്ല മകനെ കൊടുത്തു, പഠിപ്പിച്ചു, നന്നാക്കി, വളർത്തി, കൽപ്പിച്ചപ്പോഴേക്ക് സ്വീകരിക്കുന്ന മകൻ. അതിലും അള്ളാഹുവിന്റെ വേണ്ടുകയും അള്ളാന്റെ തൗഫീഖുമൊക്കെ ഉണ്ടെങ്കിലേ എന്തും സംഭവിക്കൂ എന്ന അടിയുറച്ച ഈമാനിക ബോധം പോലും ബാപ്പയോട് മറുപടി പറയുന്ന നേരത്ത് വരെ പ്രകടിപ്പിക്കുന്ന സ്വാലിഹായ ഒരു സന്താനം. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളായ മക്കളെ നൽകിക്കൊണ്ട് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ടോളൂ, ആ പിതാവിന്റെ ഒരു കൺകുളിർമ എത്രയാണ്. എന്തും കൽപ്പിച്ചാൽ സ്വീകരിക്കാൻ പാകപ്പെടുത്തപ്പെട്ട ഒരു മനസ്സ് അതായിരുന്നു. അത് ഉണ്ടാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് മുഴുവൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളെ തന്നെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണേ. നരകത്തീയിൽ നിന്ന് എങ്ങനെയാണ് തന്നെ രക്ഷിക്കേണ്ടത്? സ്വന്തത്തെ എങ്ങനെ നരകത്തീയിൽ നിന്ന് രക്ഷിക്കണം? കുടുംബത്തെ എങ്ങനെ നരകത്തീയിൽ നിന്ന് രക്ഷിക്കണം? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന് തഫ്സീർ കൊടുക്കുന്നത് കേട്ടോളൂ. അല്ലിമൂ അൻഫുസകും വഅഹ്ലീകുമുൽ ഖൈർ, നിങ്ങൾ നിങ്ങൾക്ക് തന്നെയും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഖൈറിനെ പഠിപ്പിക്കണേ. ഖൈറായത് പഠിപ്പിച്ചുകൊണ്ടല്ലാതെ, ഈമാൻ പഠിപ്പിച്ചുകൊണ്ടല്ലാതെ, ഇഖ്ലാസ് പഠിപ്പിച്ചുകൊണ്ടല്ലാതെ, തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടല്ലാതെ, സുന്നത്ത് പഠിപ്പിച്ചുകൊണ്ടല്ലാതെ, ഇസ്ലാമിന്റെ സുന്ദരമായ വിശ്വാസാചാരങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളും പഠിപ്പിച്ചുകൊണ്ടല്ലാതെ ഒരാളെയും നരകാഗ്നിയിൽ നിന്ന് കാക്കുവാൻ നമുക്ക് സാധ്യമല്ലെന്നിരിക്കെ അത് സ്വന്തത്തോടും കുടുംബത്തോടും മക്കളോടും പഠിപ്പിക്കണേ. ഈമാനുള്ളവരെ, അല്ലാഹുവിന്റെ വിളിയാണ്.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ബോധമുണ്ടാക്കുന്ന നിലക്കുള്ള അധ്യാപനങ്ങളാണ് നമ്മളിൽ നിന്ന് ചെറുപ്പം മുതലേ ഉണ്ടാകേണ്ടത്. മക്കളുണ്ടായി കഴിഞ്ഞ് അവരൊക്കെ പ്രവാചകന്മാരായിട്ട് പോലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥന നിർത്തുന്നുണ്ടോ? എന്റെ മക്കളൊക്കെ നല്ലവരാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ചിന്തിച്ചില്ല എന്റെ മകൻ ഇസ്മായിൽ ഒരു പ്രവാചകനാണ്, ഇസ്ഹാഖ് ഒരു പ്രവാചകനാണ്, ഇനി അവരുടെ ഒന്നും വഴിത്താരയിൽ ഒരബദ്ധങ്ങളും സംഭവിക്കില്ല എന്ന നാട്യമൊന്നും ആ അഹന്തയൊന്നും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പിടികൂടിയിട്ടില്ല. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേരത്തൊക്കെയും തന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയും ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥന ഒഴിവാക്കിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യാണ്, റബ്ബി ജഅൽനീ മുഖീമസ്സലാഹ് വമിൻ ദുരിയതീ റബ്ബനാ വതഖബ്ബൽ ദുആ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാനും നിങ്ങളുമൊക്കെ ഓർത്തുവെക്കേണ്ട പ്രാർത്ഥനയാണത്. ഒരു നബിയാണ് ദുആ ചെയ്യുന്നത്, അമ്പിയാക്കൾക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. എന്താണ് ആ മഹാന്റെ പ്രാർത്ഥന? റബ്ബി ജഅൽനീ, റബ്ബേ നീ എന്നെ ആക്കണേ, മുഖീമസ്സലാഹ്, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വമിൻ ദുരിയതീ, എന്റെ സന്താനങ്ങളിൽ നിന്നും അങ്ങനെ ചെയ്യുന്നവരെ ഉണ്ടാക്കണേ, എന്റെ സന്താനങ്ങൾ നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, വതഖബ്ബൽ ദുആ, ദുആ സ്വീകരിക്കണം റഹ്മാനേ. ഇബ്രാഹിം അലൈഹിസ്സലാം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ എന്റെ മക്കളും നിസ്കാരം നിലനിർത്തുന്നവരാകണമെന്ന് ദുആ ചെയ്യാൻ മറക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ശിർക്ക് ഏത് മനുഷ്യനും ഭയപ്പെടേണ്ട മഹാദോഷമല്ലേ? അതെനിക്ക് സംഭവിക്കില്ല എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് നാട്യമില്ല. മക്കൾക്കൊന്നും അങ്ങനെ സംഭവിക്കില്ല എന്ന നാട്യമൊന്നും ഇബ്രാഹിം നബിക്കുണ്ടായിട്ടില്ല. നോക്കൂ മഹാനവറുകളുടെ പ്രാർത്ഥന, വജുനുബിനീ വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ നീ എന്നെ അകറ്റണമേ, വബനിയ എന്റെ മക്കളെയും നീ അകറ്റണം. എന്തിൽ നിന്ന്? അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹ് നീ ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ ആരാധനകൾ, വിഗ്രഹാരാധനകൾ, വിഗ്രഹങ്ങളെ പൂജിക്കുന്നതില്ലെന്ന്, ശിർക്ക് ചെയ്യുന്നതില്ലെന്ന്. അല്ലാഹുവേ എന്നെയും എന്റെ സന്താനങ്ങളെയും നീ അകറ്റണമേ. നോക്കൂ മഹാനവറുകളുടെ പ്രാർത്ഥന. എന്തേ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരാൻ ഇത്ര ഈ സമുദായം കൽപ്പിക്കപ്പെട്ടത്? അഞ്ചുനേരത്തെ നമസ്കാരത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറയുന്ന ഉടനെ വഅലാ ആലി ഇബ്രാഹിം, വഅലാ ഇബ്രാഹിം എന്നൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തേ? വലിയ മാതൃകയാണ്, അതീവമായ വലിയ പദവിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് മഹാനായ പ്രവാചകനും അവരുടെ സന്താനങ്ങളും. ഇത് നമ്മൾ ചിന്തിക്കണം. ചെറുപ്പം മുതലേ ആ ശിക്ഷണവും ബോധവും പ്രാർത്ഥനയുമൊക്കെ കൈമുതലായിട്ടുണ്ടാകണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോ കുട്ടികളിൽ എന്ത് കണ്ടാലും അവിടുന്ന് തിരുത്തും. സ്നേഹത്തോടെ തിരുത്തുകയാണ്. ഉമർ ഇബ്നു അബീ സലമത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം, ഞാനന്ന് കൊച്ചുകുട്ടിയാണ്. ഒരു സദ്യക്ക് ക്ഷണിക്കപ്പെട്ട നേരത്ത് ഞാനതാ എന്റെ മുമ്പിൽ ഭക്ഷണത്തിന്റെ തളിക കിട്ടിയപ്പോ എന്റെ കൈയതാ ഭക്ഷണത്തളികയിലൂടെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ഞാൻ ഫുഡ് വാരി ഭക്ഷണം വാരി കഴിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ അത് കാണുന്നു. മോനെ യാ ഗുലാം വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക്. മോനെ ബിസ്മി ചൊല്ലാൻ മറക്കരുത്, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കൂ. വകുൽ ബിയമീനിക, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കൂ മോനെ. വകുൽ മിമ്മാ യലീക്, നിന്റെ അടുത്ത ഭാഗത്ത് നിന്നേ ഭക്ഷണം വാരി കഴിക്കാവൂ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് വാരി കഴിക്കരുത്. ആ ബോധം ചെറുപ്പനാളിലെ കുട്ടികളിൽ വളർത്തിയുണ്ടാക്കുകയാണ്. വളരെ കൃത്യമായി വലത് കൈ ഉപയോഗിക്കാൻ, ബിസ്മി ഉരുവിടാൻ, അതുപോലെ തന്നെ ഭക്ഷണത്തളികയിൽ തനിക്ക് അവകാശപ്പെട്ടിടത്തു നിന്ന് മാത്രം ഉപയോഗിക്കാൻ, അനർഹമായത് ഉപയോഗിക്കരുതെന്ന പാഠം ഭക്ഷണത്തളികയുടെ നേരത്ത് പോലും അതിന്റെ മുമ്പിൽ വെച്ച് പോലും ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതെന്നോട് നേതാവായ റസൂല് പറഞ്ഞതിന്റെ ശേഷം അങ്ങനെയല്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല എന്റെ ജീവിതത്തിലെന്ന് ഉമർ ഇബ്നു അബീ സലമത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അതുപോലെ തന്നെ വലിയവരെ ബഹുമാനിക്കാൻ,
തന്നിൽ മുതിർന്നവരെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, പ്രായക്കൂടുതലുള്ളവരെ ആദരിക്കാൻ, തന്റെ സംസാരത്തിൽ കിബർ വരാതിരിക്കാൻ, പെരുമാറ്റത്തിൽ ദൂഷ്യം വരാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുക്കുകയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ചെറുപ്പം തൊട്ടേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖാദിമാണ്. അവിടുത്തെ വീട്ടിൽ എപ്പോഴും നിത്യ സന്ദർശകനാണ്. ഒരിക്കലൊരു മഹാനവറുകൾ പറയുന്നു, ജാഅ ശൈഖുൻ യുരീദു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅബ്തഅൽ ഖൗമു അൻഹു അൻ യുവസ്സിഉ ലഹു ഫഖാല النبي صلى الله عليه وسلم ليس منا من لم يرحم صغيرنا ويوقر كبيرنا. ഒരു പ്രായമുള്ള വൃദ്ധനായ ഒരു മനുഷ്യൻ ഞങ്ങളിരിക്കുന്ന സദസ്സിലേക്ക് വന്നു. ഒരു പ്രായമുള്ള വൃദ്ധനായ മനുഷ്യൻ ഞങ്ങളിരിക്കുന്ന സദസ്സിലേക്ക് വന്നു. അദ്ദേഹത്തിന് ഇരിക്കാൻ ഇടം കൊടുക്കുന്നതിൽ അവിടെയുള്ള ആളുകൾ ഒരല്പം സമയമൊന്ന് താമസിച്ചു പോയി. ആ മനുഷ്യന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിൽ ഒരല്പം അലംഭാവം ആ സദസ്സിൽ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല, മല്ലം യർഹം സഗീറനാ, നമ്മുടെ കൂട്ടത്തിലെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവനും, വയുവഖിർ കബീറനാ, നമ്മുടെ കൂട്ടത്തിലെ പ്രായമുള്ളവരെ ആദരിക്കാത്തവനും പ്രായമുള്ളവരോട് ബഹുമാനം കാണിക്കാത്തവനുമൊന്നും നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഗുണദോഷിക്കുകയുണ്ടായി എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നോക്കൂ, പ്രായത്തെ മാനിക്കണം. ഇന്ന് കുഞ്ഞുങ്ങളിൽ പലപ്പോഴും കാണാത്തൊരു സ്വഭാവമാണത്. തന്നിൽ മുതിർന്നവരെ പരിഹസിക്കുക, അവരോട് ബഹുമാനം കാണിക്കാതിരിക്കുക, അവരുടെ മുമ്പിൽ കയർത്ത് സംസാരിക്കുക, അവരോട് ഒച്ചയിട്ട് സംസാരിക്കുക, അവർ വന്നാൽ ബഹുമാനം കാണിക്കാതിരിക്കുക, ഉള്ള സദസ്സിൽ അവർ വന്നാൽ ഇടം കൊടുക്കാതിരിക്കുക. ഈ രൂപത്തിലുള്ള സ്വഭാവങ്ങളൊന്നും മുസ്ലിമായ മനുഷ്യന് പാടില്ലെന്ന് ചെറുപ്പത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ അവിടുന്ന് പഠിപ്പിച്ചു സത്യസന്ധത പുലർത്തണമെന്ന്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ പേരക്കുട്ടി ചെറുപ്പത്തിലേ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിച്ചു വെച്ച ഒരു പാഠം മഹാനവറുകൾ പറയാണ്. ഹഫിളതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക ഫഇന്ന സിദ്ഖ തുമഇനീനത്തുൻ വഇന്നൽ കദിബരീബത്തുൻ. മോനെ, നിനക്ക് സംശയമുള്ളത് ചെയ്യരുത് മോനെ, സംശയമുള്ളത് ഒഴിവാക്കിയേക്കണം, സംശയമില്ലാത്തതേ ചെയ്യാവൂ. കാരണം മാത്രമല്ല, വേറൊരു കാര്യം കൂടി പഠിപ്പിക്കട്ടെ, സത്യസന്ധത ജീവിതത്തിൽ നിലനിർത്തണം മോനെ. കാരണം മനസ്സിന് ആശ്വാസം സത്യം പറയലാണ്. സത്യസന്ധമായി ജീവിതം നയിച്ചാൽ മോനെ മനസ്സിന് വലിയ സമാധാനമാണ്, മനസ്സിന് വലിയ ആശ്വാസം കിട്ടുന്ന കാര്യമാണ് സത്യം ജീവിതത്തിൽ നിലനിർത്തൽ. അതേ അവസരത്തിൽ ഇന്നൽ കദിബരീബത്തുൻ, നുണ പറയുക എന്നത് മനസ്സിന് ശാന്തി കൊടുക്കാതെ മനസ്സിനെ ചാഞ്ചല്യത്തിലാക്കും മോനെ, സംശയരോഗമുണ്ടാക്കും മോനെ. മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും വലിയ ദോഷമായ കാര്യങ്ങൾ കുത്തിനിറക്കും മോനെ കളവ് പറയുന്ന സ്വഭാവം. അതുകൊണ്ട് സത്യസന്ധത സൂക്ഷിക്കണേ, കളവ് വർജിക്കണേ എന്ന് ചെറുപ്പം തൊട്ടേ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങളുടെ പേരമകൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. നോക്കൂ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ആ ഒരു അതീവമായ സൂക്ഷ്മത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുനാളിലെ കുട്ടികൾക്കത് പകർന്നു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന, ആ പ്രാർത്ഥന സാർത്ഥകമായി തീരാൻ ആവശ്യമായ അധ്യാപനങ്ങൾ, ആ നിലക്കുള്ള പ്രത്യേകമായ ഗുണദോഷിക്കലുകൾ, ആ നിലക്കുള്ള കൃത്യമായ മര്യാദകൾ പഠിപ്പിക്കൽ, അതിനനുയോജ്യമായ നിലക്കുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊടുക്കൽ, അതിന് വിരുദ്ധമായേക്കാവുന്ന സർവ്വ കൂട്ടുകെട്ടുകളിൽ നിന്നും മേഖലകളിൽ നിന്നും തന്റെ അരുമസന്താനങ്ങളെ മാറ്റി നിർത്തൽ, ഇതൊക്കെയും വിശ്വാസി അവന്റെ വിശ്വാസം അവന് ഉപകാരപ്രദമായി തീരാൻ, അവന്റെ സന്താനം അവന് ഗുണകരമായി തീരാൻ അവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അത് ശ്രദ്ധിക്കണം. ആ ഒരു മേഖലയിൽ വളരെയേറെ ശ്രദ്ധയുണ്ടെങ്കിലേ ഈ സമൂഹത്തിൽ നല്ലവരായ സന്താനങ്ങൾ ഉണ്ടാകൂ. അല്ലാഹു അത്തരത്തിലുള്ള സന്താനങ്ങളെ നൽകിക്കൊണ്ട് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും നമ്മയും നമ്മുടെ സന്താനങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
നമ്മിൽ ഏറ്റവും അർപ്പിതമായ കർത്തവ്യമാണ് നമ്മൾ ഈ കേട്ടുകഴിഞ്ഞത്. നമ്മിൽ അർപ്പിതമായ കർത്തവ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അധ്യാപനങ്ങളും ശിക്ഷണങ്ങളും ഒക്കെ നൽകേണ്ട പ്രായത്തിൽ കൊടുക്കാതിരുന്നാൽ നാളെ മഹ്ശറിൽ ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ കുറ്റക്കാരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മസ്തർആഹ്. ഓരോ ആളുകളോടും അള്ളാഹു ചോദിക്കും അവനെ ഏൽപ്പിച്ച ആളുകളെ കുറിച്ച്. രക്ഷിതാക്കൾക്ക് അവരുടെ മക്കൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അള്ളാഹു അവരെ കുറിച്ച് ചോദിക്കും, അഹസിബ അം ലയ്യ, അത് സൂക്ഷിച്ചിട്ടുണ്ടോ അതോ അതിൽ വീഴ്ച വരുത്തിയോ? ഞാനും ഈ കേൾക്കുന്ന എല്ലാ മനുഷ്യരും, ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും, ലോകത്തുള്ള സർവ്വ ആളുകളും അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ചോദ്യമുണ്ട്. നിനക്ക് നൽകപ്പെട്ട സന്താനങ്ങൾക്ക് നീ അവർക്ക് വേണ്ട രൂപത്തിലുള്ള ശിക്ഷണങ്ങൾ നൽകുന്നതിൽ നീ സൂക്ഷിച്ചിട്ടുണ്ടോ? അഹസിബ, നീ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടോ? അം ലയ്യ, അതോ നീ വീഴ്ച വരുത്തിയോ? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. അത് എല്ലാവരോടും. ഇന്നല്ലാഹ സായിലുൻ, അല്ല ചോദിക്കുന്നവനാണ്. കുല്ലറായിൻ, കുല്ലറായിൻ, ഒരാളും അതില്ലെന്ന ഒഴിവല്ല. എല്ലാവരോടും ആ കാര്യത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? ആ ചോദ്യത്തിന് അള്ളാന്റെ മുമ്പിൽ ഉത്തരം പറയാൻ പറ്റാവുന്ന നിലക്ക് ബാധ്യത ഓരോ രക്ഷിതാവും നിർവഹിച്ചേ പറ്റൂ. അതിന് പഠിപ്പിക്കുന്ന രക്ഷിതാവിൽ ഒരു ഗുണമുണ്ടാകണം. ആ രക്ഷിതാവ് നല്ലവനായിരിക്കണം. ആ രക്ഷിതാവ് ബോധമുള്ളവനായിരിക്കണം. ശിക്ഷണം നൽകുന്ന ശിക്ഷകൻ നല്ല ബോധമില്ലാത്തവനാണെങ്കിൽ അവന്റെ ശിക്ഷണത്തിന് സമൂഹത്തിൽ ഒരു വിലയുമില്ലല്ലോ. അതല്ലേ ഒരു കവി ചോദിച്ചത്, യാ അയ്യുഹർ റജുലുൽ മുഅല്ലിമു ഗൈറഹു ഹല്ലാ ലിനഫ്സിക കനദത്തഅലീമു. മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന മനുഷ്യ, നിനക്ക് നിന്നെ ഒന്ന് പഠിപ്പിച്ചൂടെ ആദ്യമെന്ന് ചോദിച്ചില്ലേ? സ്വന്തം മക്കളുടെ കാര്യത്തിൽ അത് തിരിഞ്ഞു മക്കൾ ചോദിക്കുന്നവരവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ തരം താഴാൻ പാടില്ല. ബാപ്പയൊന്ന് നന്നാകൂ, ഉമ്മയൊന്ന് നന്നാകൂ, എന്നിട്ട് എന്നോട് പറയാൻ വരൂ എന്ന് ഒരു മകനും ഒരു മകളും പറയാതിരിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ വളരേണ്ടതുണ്ട്. വിശ്വാസികളെ, ലിമ തഖൂലൂന, നിങ്ങൾ എന്തിന് പറയുന്നു? മാലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ എന്തിനു പറയുന്നു? ഒരു മകൻ നല്ല പ്രവർത്തനം ചെയ്യുന്നത് കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കണം, അതിന് വലിയ പ്രോത്സാഹനം കൊടുക്കണം. ഒരു മകൻ ചീത്തയായ കാര്യം കാണിക്കുകയാണ്, അരുതെന്ന് പറയണം. അരുതെന്ന് പറയുമ്പോൾ അരുതെന്ന് പറയുന്ന സ്വഭാവം എന്നിലുണ്ടെങ്കിലോ എന്റെ മകൻ തിരിച്ചു ചോദിച്ചേക്കും, എന്റെ മകൾ തിരിച്ചു ചോദിച്ചേക്കും, ഇത് ബാപ്പക്ക് ബാധകമല്ലേ, ഉമ്മക്ക് ബാധകമല്ലേ? അത് പറയിപ്പിക്കരുത്, അത് ചോദിപ്പിക്കരുത്. അതിനെന്ത് വേണം? വളരെ മാതൃകായോഗ്യനായവനായിരിക്കണം രക്ഷിതാവ്. അള്ളാനെ ഭയപ്പെടുന്ന രക്ഷിതാവ്, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന രക്ഷിതാവ്, പടച്ചവനെ പേടിക്കുന്ന രക്ഷിതാവ്, ഹറാമ് കാണാത്ത രക്ഷിതാവ്, ഹറാമ് കേൾക്കാത്ത രക്ഷിതാവ്, ഹറാമ് പറയാത്ത രക്ഷിതാവ്, ഹറാമിന്റെ സദസ്സിലേക്ക് പോയി കൊടുക്കാത്ത രക്ഷിതാവ്, ഹറാമായ ഒരു രംഗത്തിനും സഹകരിക്കാത്ത രക്ഷിതാവ്. അങ്ങനെ സർവ്വ ഹറാമുകളോടും വെറുപ്പ് തോന്നുന്ന ഒരു രക്ഷിതാവിനെയാണ് സർവ്വ ഹലാലുകളോടും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധമായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളോടും മഹബത്തുള്ള ഒരു രക്ഷിതാവിനെയാണ് മക്കൾ കാണുന്നതെങ്കിലോ അതൊരു വല്ലാത്ത കൺകുളിർമ തന്നെ. മക്കളിൽ നിന്നും നമുക്ക് കൺകുളിർമ കിട്ടണോ? ഭാര്യമാരിൽ നിന്ന് കൺകുളിർമ കിട്ടണോ? ദുആ ചെയ്യാൻ അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഭക്തിയുള്ള ആളുകൾക്ക് നേതാവാകാൻ പറ്റാവുന്ന ഒരാളാക്കി എന്നെ മാറ്റണം. നിങ്ങൾ ആ ദുആയുടെ ഗൗരവം ശ്രദ്ധിച്ചോ? അല്ലാഹുവേ, എന്റെ മക്കളിൽ നിന്ന്, എന്റെ ഇണകളിൽ നിന്ന് നീ എനിക്ക് കൺകുളിർമ തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ നമ്മൾ പറയുന്നത്? വജഅൽനാ, നീ ഞങ്ങളെ ആക്കണം, ലിൽ മുത്തഖീന, അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഇമാമാ, അവർക്കൊരു ഇമാമാകാൻ പറ്റാവുന്ന, അവർക്ക് നേതാവാകാൻ പറ്റാവുന്ന ഒരു പരുവത്തിലേക്ക് നീ എന്നെ ആക്കണം അല്ലാ എന്ന് അല്ലാഹനോട് തേടുന്നു.
എത്ര വലിയ മൂല്യവത്തായ പ്രാർത്ഥനയാണ്. നമുക്ക് പരലോകത്ത് രക്ഷപ്പെടണ്ടേ, ഈ മകനിലൂടെ രക്ഷപ്പെടണ്ടേ, ഈ മകളിലൂടെ രക്ഷപ്പെടണ്ടേ. അതേ, നീ വളർത്തിയുണ്ടാക്കിയ സാലിഹായ സന്താനങ്ങൾ നീ മരണപ്പെട്ടാലും നിനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഖബറിലേക്ക് അതിന്റെ ഫലം എത്തുകയാണ്. നിന്റെ സൽക്കർമ്മങ്ങളുടെ പട്ടികയിലേക്ക് ആ മക്കളുടെ ദുആ എത്തുകയാണ്. നീ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി പടച്ചവനെ ഭയം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കൾ ചെയ്യുന്ന സർവ്വ പ്രവർത്തനങ്ങളുടെയും വിഹിതം അവർക്കൊട്ടും കുറയാതെ നമ്മുടെ അക്കൗണ്ടിലേക്കും അല്ലാഹു തരുന്നു. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു സന്താനം മരിച്ചാലും നമുക്ക് ആ ഫലം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന, അടമുറിയാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കറന്റ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമ്പാദ്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരിക നമ്മുടെ മക്കളിലൂടെ. അല്ലാഹുവേ, അത്തരത്തിലുള്ള സന്താനങ്ങളെ നൽകിക്കൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. എപ്പോഴും ദുആ ചെയ്യുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന്, ഫസാദുകളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ ഇണകളിൽ നിന്നും അല്ലാഹു നമുക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫസാദുകളിൽ നിന്നും നമ്മുടെ കുടുംബത്തെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, കടക്കണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളെ അല്ലാഹു എത്രയും വേഗം നിവർത്തിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة امورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. اللهم انا نسالك المغفرة والثواب لمن بنى هذا المسجد ولوالديه ولكل من عمل فيه صالحا واحسانا. اللهم ادم على دولة الامارات الامن والامان وسائر بلاد المسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا. ربنا انك رؤوف رحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.